കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ നിന്റെ കുടുംബം ഈശ്വരനാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഇന്നത്തെ വഴിയാത്രകൾ, യാത്ര ലക്ഷ്യങ്ങൾ, അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കർത്താവിനെ നീങ്ങിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു. നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പലരുടെയും സഹായം നിനക്ക് ആവശ്യമുണ്ട്. ആ വ്യക്തികൾക്കെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളുമാണ്. അവരെല്ലാം കർത്താവ് സന്ധിക്കുകയും അവർ നിന്നോട് സഹകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ വല്ലാത്ത മടുപ്പാണ്. ഒന്നും ചെയ്യാൻ തോന്നണില്ല, ഒരു കാര്യവും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്നവരുണ്ടാകും. കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ തളിക്കപ്പെടുകയും നീ പുനർജീവിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഇന്ന് ആശുപത്രി പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. കൊടുക്കാവുന്നും കിട്ടാവുന്നും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട്. അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് മാറല്ലേ എന്നായിരിക്കും. കർത്താവ് നീ കൂടെ പോണേ, നിന്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ താമസം, നിൻ്റെ ഭക്ഷണം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സംഭാഷണം, നിൻ്റെ ക്രയവിക്രയങ്ങൾ, നിൻ്റെ ജീവിത മാർഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ, നിൻ്റെ ഉദ്യമങ്ങൾ, ഉദ്ദേശ്യങ്ങൾ എല്ലാം ഈശോയുടെ നാമത്തിൽ ഫലമണിയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വസ്വരും നീക്കുക. ആമേൻ.